ഏപ്രിൽ 25, 2026 അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഭാര്യയും US വൈസ് പ്രസിഡന്റും FBI ഡയറക്ടർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത വൈറ്റ് ഹൌസ് കറസ്പോണ്ടൻസ് ഡിന്നർ പാർട്ടിക്കിടെ ഒരു അക്രമി വെടിയുതിർക്കുകയുണ്ടായി. കോൾ തോമസ് അലൻ എന്ന 31 വയസ്സുകാരനായ അക്രമി വാഷിംഗ്ടൺ ഹിൽട്ടൺ ഹോട്ടലിൽ പാർട്ടി നടക്കുന്നതിന് മുന്നേയുള്ള ദിവസങ്ങളിൽ തന്നെ മുൻകൂട്ടി പ്ലാൻ ചെയ്ത പ്രകാരം റൂം എടുത്തിരുന്നു. ഭീകരമായ സുരക്ഷാ വീഴ്ചയാണ് ഹോട്ടലിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. അതായത് ചെക്ക് ഇൻ ചെയ്ത ദിവസം അലന്റെ ബാഗുകളൊന്നും സ്ക്രീനിങ്ങിന് വിധേയമാക്കിയിരുന്നില്ല. ബാഗിനുള്ളിൽ 2 ഗണ്ണുകളും നിരവധി കത്തികളും അലൻ കരുതിയിരുന്നു. പാർട്ടി ആരംഭിച്ച സമയം അലൻ ഹോട്ടൽ റൂമിൽ നിന്ന് പുറത്തേക്കിറങ്ങി ലിഫ്റ്റ് ഉപയോഗിക്കാതെ സ്റ്റെയർ കേസ് വഴി ഇറങ്ങി വന്ന് പാർട്ടി നടക്കുന്ന ഫ്ലോറിൽ പ്രവേശിച്ച ശേഷം സ്ക്രീനിംഗ് ഗേറ്റിന്റെ അടുത്തെത്തിയപ്പോഴേക്കും അയാൾ വേഗം തന്നെ കയ്യിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന തോക്ക് പുറത്തേക്കെടുത്ത് 8 തവണ സെക്യൂരിറ്റി ഓഫീസർമാർക്ക് നേരെ വെടിയുതിർക്കുകയുണ്ടായി. എന്നാൽ സെക്യൂരിറ്റി ഗാർഡ്സ് അയാളെ കീഴ്പ്പെടുത്തുകയും 2 തോക്കുകളും ജാക്കറ്റിൽ ഒളിപ്പിച്ചു വെച്ച നിലയിൽ നിരവധി കത്തികളും കണ്ടെടുക്കുകയും ചെയ്തു. ഈ സമയം കൊണ്ട് തന്നെ ട്രംപിനെയും മറ്റുള്ള എല്ലാ VVIPകളെയും CIA ഉദ്യോഗസ്ഥർ സുരക്ഷിതമായ സ്ഥാനങ്ങളിലേക്ക് മാറ്റിക്കഴിഞ്ഞിരുന്നു. ഡൊണാൾഡ് ട്രംപിന്റെ റീസെന്റ് ആയിട്ടുള്ള തീരുമാനങ്ങളോടും ആശയങ്ങളോടുമുള്ള എതിർപ്പ് മൂലമാണ് ഇങ്ങനെയൊരു വധശ്രമം പ്ലാൻ ചെയ്തതെന്നാണ് അലൻ പോലീസിന് നൽകിയിരിക്കുന്ന വിവരം.